അപ്പോൾ രാവിലെ ഈ മഞ്ഞ് കണ്ടുകൊണ്ട് എണീക്കുന്നത് തന്നെ നമ്മളൊരു യാത്ര പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അധികം ദൂരമൊന്നുമില്ല, ഒരു 100 കിലോമീറ്റർ തേക്കടിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ വെക്കേഷൻ വരുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ട്രിപ്സൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം തേക്കടി വഴിയാകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എനിക്ക് അതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടമൊക്കെ കാണാൻ പറ്റുന്ന. ബാക്കിയെല്ലാം ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. നമ്മളിപ്പോൾ താമസിക്കാൻ പോകുന്നത് മൗണ്ടൻ കോർട്ട്യാർഡിലാണ്. അങ്ങനെ അവിടെ ചെക്ക് ഇൻ ചെയ്തു. ചെക്ക് ഇൻ ടൈം 1 ആയിരുന്നു. ഏകദേശം നമ്മൾ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കാണ് അവിടെ എത്തിയത്. അങ്ങനെ അവിടെ ചെന്നു നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതൊരു ചുക്ക് കാപ്പിയായിരുന്നു, നല്ലതായിരുന്നു. ആ തണുപ്പത്ത് അതൊക്കെ കുടിക്കാനായിട്ട് നല്ലതായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇവിടെ പോസ്റ്റായിട്ട് ഇരുന്നു. പിന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയിരുന്നു. ഫുഡ് കഴിക്കുന്നതൊന്നും അതും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഐ എം സോറി ഗൈസ്. പിന്നെ നല്ലൊരു പ്രോപ്പർട്ടിയാണ്, നല്ല പച്ചപ്പും ഹരിതാപവും പിന്നെ കുറച്ച് ഏലത്തോട്ടവും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ കുന്നിൻ്റെ മുകളിലാണ് ഇതുള്ളത്. കുറച്ച് പാടാണ് എത്തിപ്പെടാൻ, ബട്ട് ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. പിന്നെ നമ്മൾ വൈകുന്നേരം എലിഫൻറ്റ് ജംഗ്ഷനിൽ പോയി. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും എലിഫൻറ്റിൻ്റെ പുറത്ത് കയറാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു. നമ്മളൊരു 5 ഒക്കെ ആയപ്പോൾ ചെന്നു. ക്ലോസിങ് ടൈമിലാണ് ചെന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ തിരിച്ച് നമ്മൾ റിസോർട്ടിൽ വന്നു, ഡിന്നർ കഴിച്ചു. ഡിന്നർ കഴിക്കുന്നതും സോറി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഉള്ള വീഡിയോ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇടുന്നത്. പിന്നെ രാത്രി ഒരു 7:30 ആയപ്പോഴത്തേക്ക് ഇതുപോലെ കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വിദേശികളുണ്ടായിരുന്നുകൊണ്ട് മേ ബി അവർക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇതൊക്കെ ചെയ്യുന്നതും. പിന്നെ കുറേ അധികം സ്വിങ് ഉണ്ടായിരുന്നു അവിടെ. കുറച്ച് നേരം അവിടെ റിലാക്സ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗിലാണ് നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നത്. അതൊരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ബോട്ടിങ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.